2026 മെയ് 20 സിറാജ് എഡിറ്റോറിയൽ. ജനന നിയന്ത്രണത്തിന്റെ തിരിച്ചടികൾ. മുമ്പ് നാം ജനസംഖ്യാ നിയന്ത്രണ നടപടികളെ പിന്തുണച്ചിരുന്നെങ്കിലും ഇപ്പോൾ ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റേതാണ് ഈ വാക്കുകൾ. മാത്രമല്ല, ആന്ധ്രാപ്രദേശിൽ ദമ്പതികൾക്ക് ജനിക്കുന്ന മൂന്നാമത് കുട്ടിക്ക് 30,000 രൂപയും നാലാമത് കുട്ടിക്ക് 40,000 രൂപയും സാമ്പത്തിക പ്രോത്സാഹനം പ്രഖ്യാപിച്ചിരിക്കുകയുമാണ് അദ്ദേഹം. കുട്ടികൾ ജനിച്ച ഉടനെ പ്രോത്സാഹന സംഖ്യ കൈമാറുമെന്നും ചന്ദ്രബാബു നായിഡു അറിയിച്ചു. ജനസംഖ്യാക്കുറവ് പരിഹരിക്കുകയാണ് ലക്ഷ്യം. ഒരു കാലത്ത് വികസനത്തിന് തടസ്സമായി വിലയിരുത്തപ്പെട്ടിരുന്നത് ജനസംഖ്യ വർധനവായിരുന്നു. ലോക രാജ്യങ്ങളെല്ലാം ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന സന്ദേശം ശക്തമായി പ്രചരിപ്പിച്ചു. കുടുംബാസൂത്രണ ക്യാമ്പുകളും ഗർഭനിരോധന പ്രചാരണങ്ങളും വ്യാപകമായി. നിർബന്ധിതമായി തന്നെ കുടുംബാസൂത്രണം അടിച്ചേൽപ്പിച്ച രാജ്യങ്ങളുമുണ്ട്. ജനസംഖ്യ നിയന്ത്രിക്കാതെ ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവും തൊഴിലില്ലായ്മയും പരിഹരിക്കാനാകില്ലെന്നായിരുന്നു അന്നത്തെ നിലപാട്. മനുഷ്യരുടെ എണ്ണം കുറയ്ക്കലാണ് വികസനത്തിന്റെ ഒന്നാമത്തെ മാനദണ്ഡമെന്ന ആ തെറ്റായ ധാരണ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ത്യയടക്കം ലോകരാജ്യങ്ങൾ. മക്കൾ 2 മതിയെന്ന് പറഞ്ഞ ഭരണകൂടങ്ങൾ ഇന്ന് കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിവാഹിതരാകാനും കുട്ടികളെ ജനിപ്പിക്കാനും യുവാക്കളെ പ്രേരിപ്പിക്കുന്നതിന് സാമ്പത്തികാനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. വികസിത രാഷ്ട്രങ്ങൾ കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്നതും നേരത്തെ സ്വീകരിച്ച ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടിന്റെ അനന്തരഫലമാണ്. ഏതൊരു രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും യഥാർത്ഥ കരുത്തും സാമ്പത്തിക അടിത്തറയും മനുഷ്യരാണ്. ജനസംഖ്യയെ നിയന്ത്രിക്കുകയല്ല. മനുഷ്യവിഭവത്തിന്റെ വളർച്ച ദീർഘകാല വികസനത്തിന്റെ ഭാഗമായി കണ്ട് ജനസംഖ്യാ വർധനവ് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ആത്മഹത്യാപരമാണ് ജനനം നിയന്ത്രിക്കുന്നതും മനുഷ്യ വിഭവത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതും. ജനസംഖ്യാ നിയന്ത്രണത്തിന് കോടിക്കണക്കിന് രൂപ ഒഴുക്കുകയും പ്രകൃതി സഹജമായ ജനന നിരക്കിനെ കൃത്രിമമായി തളർത്തുകയും ചെയ്ത ഇന്ത്യയടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇന്ന് ആവശ്യത്തിന് മനുഷ്യവിഭവമില്ലാതെ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യാ ശാസ്ത്രജ്ഞരുടെ കണക്കനുസരിച്ച് നിലവിലെ ജനസംഖ്യ അതേപടി നിലനിൽക്കണമെങ്കിൽ പ്രത്യുൽപാദന നിരക്ക് 2.1 എങ്കിലും വേണം. എന്നാൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് 1.5നും 1.7നും ഇടയിലേക്ക് താഴ്ന്നു കഴിഞ്ഞു. ഭാവിയിൽ ജനസംഖ്യ കുത്തനെ ഇടിയുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അന്ധമായ ജനസംഖ്യാവിരുദ്ധ പ്രചാരണങ്ങൾ വഴി രാജ്യം നേടിയത് വികസനമല്ല, വാർദ്ധക്യമേറിയ ഒരു സമൂഹത്തെയും ഉൽപാദനക്ഷമതയില്ലാത്ത ഭാവിയെയുമാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പത്ത് യുവജന ശക്തിയാണ്. ശരിയായ വിദ്യാഭ്യാസവും സാങ്കേതിക പരിശീലനവും നൽകുകയും തൊഴിലവസരം സൃഷ്ടിക്കുകയും ചെയ്താൽ മനുഷ്യ സമൂഹത്തെ വികസന ശക്തിയായി മാറ്റാനാകും. ഇന്ത്യയുടെ IT വളർച്ചയും ഈ സേവന മേഖലയിലെ കുതിപ്പും മതിയായ ഉദാഹരണമാണ്. ജനസംഖ്യയെ ഭീഷണി മാത്രമായി കാണുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ദൂരദർശിത്വമില്ലാത്ത നിലപാടാണ്. അധ്വാനിക്കുന്ന കൈകളുടെ എണ്ണം കുറയുമ്പോൾ സമൂഹത്തിന്റെ ആശ്രിതത്വ നിരക്ക് വർദ്ധിക്കുന്നു. അഥവാ നികുതി അടയ്ക്കാനും സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനും പ്രാപ്തരായ യുവാക്കളുടെ എണ്ണം കുറയുകയും പെൻഷനും ആരോഗ്യ പരിപാലനത്തിനും ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരുന്ന വയോധികരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. ഇത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ തകിടം മറിക്കും. ഇതിനൊപ്പം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കാത്തിരിക്കുന്ന മറ്റൊരു ഭീഷണിയാണ് മണ്ഡല പുനർനിർണയം. ജനസംഖ്യ നിയന്ത്രിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ സീറ്റുകളുടെ എണ്ണം കുറയുകയും നിയന്ത്രണം കാര്യമായി നടപ്പാക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കൂടുകയും ചെയ്യും. ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. ജനസംഖ്യ വർദ്ധിക്കുന്നത് പാർപ്പിട പ്രശ്നവും ഭക്ഷ്യക്ഷാമവും സൃഷ്ടിക്കുമെന്ന വാദം ബാലിശമാണ്. മനുഷ്യരുടെ എണ്ണ കൂടുതലല്ല,
ലഭ്യമായ ഭൂമിയുടെയും വിഭവങ്ങളുടെയും വിനിയോഗത്തിലെ കാര്യക്ഷമതയില്ലായ്മയാണ് യഥാർത്ഥ പ്രശ്നം. ഇന്ത്യയിലുടനീളം ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് യാതൊരു ഉപയോഗവുമില്ലാതെ തരിശായി കിടക്കുന്നത്. സർക്കാരിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ വ്യക്തികളുടെയും കൈവശമുള്ള ഈ തരിശുഭൂമി കൃത്യമായ പ്ലാനിങ്ങോടെ വിനിയോഗിച്ചാൽ പാർപ്പിട പ്രശ്നത്തിന് പരിഹാരമാകും. മനുഷ്യ വിഭവത്തിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കാവശ്യമായ പാർപ്പിടവും തൊഴിലവസരവും ഒരുക്കാൻ തരിശുഭൂമികളെ ഉപയോഗപ്പെടുത്തുകയുമാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത്. തരിശുഭൂമി ഉൽപാദനക്ഷമമായ കാർഷിക മേഖലകളും അത്യാധുനിക വ്യവസായ പാർക്കുകളുമായി മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രകൃതിദത്തമായ മനുഷ്യവിഭവ ശേഷിയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവർക്ക് ജീവിക്കാൻ തരിശുഭൂമികളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പുതിയ വികസന മാതൃക രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഭരണകൂടങ്ങൾ.